വരണേ 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 അതുവഴി ഇറങ്ങാൻ പറ്റൂല. അവിടെ ഇടിച്ചിട്ടിരിക്കണോണ്ട് അതുവഴി വരാൻ പറ്റില്ല, ഇതുവഴി വരാൻ പറ്റുള്ളൂ. എന്ത് നിന്നെ കണ്ടില്ല? ഞാൻ അടുക്കളക്കകത്തോണ്ട് ഇവിടെ വന്ന് നോക്കാൻ പറ്റാത്തോണ്ട് കാണാത്ത. അത് അടുക്കള കെട്ടാൻ പോണു. അടുക്കള കെട്ടാൻ പോണ? തെങ്ങനെ മുറിച്ചിട്ട് അടുക്കള കെട്ടാൻ പോണ? തെങ്ങ് അവിടെ കാണും. തെങ്ങിന് ഇതിൽ കൂടെ ഇങ്ങനെ കയറ്റി ഇങ്ങനെ അത് കെട്ടുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. തെങ്ങ് പിന്നെ ഒരു തേങ്ങയ്ക്ക് 60-65 രൂപയായി. അപ്പൊ പിന്നെ ഞാൻ ഈ തെങ്ങ് മുറിക്കോ? അവിടെ എവിടെ ഇരിക്കും? അവിടെ ഇരിക്കും. നിങ്ങക്ക് അത് ഇവിടെ കെട്ടുമ്പം സ്ഥലം വരും. എവിടെ ഇരിക്കും? അവിടെ ചെയ്യും, നമ്മൾ ഇരിക്കാനുള്ള സ്ഥലം അവിടെ ചെയ്യും. ഇവിടത്തെ കളിയില്ലേ? കളിയില്ലേ? ഒരടുക്കള ഉണ്ട്. ഒരടുക്കള മതിയല്ലേ, പിന്നെ വേറെ ചെയ്യണ? അമ്മ ഒരടുക്കള ഉണ്ട്. ഇപ്പൊ എല്ലാ സാധനങ്ങളും അടുക്കളക്കകത്തൊന്നും വെക്കാൻ പറ്റൂല. വർക്ക് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും പ്രത്യേകം നമ്മള് ഇതിനകത്ത് തിരിച്ച് വീതിക്കൊക്കെ ചെയ്തിട്ട് അതിനകത്ത് ഗ്യാസും സാധനങ്ങളൊക്കെ പറക്കി വയ്ക്കാം. എവിടെ ഇരിക്കാൻ? എവിടെ ഇരിക്കാനുള്ള സ്ഥലം അവിടെ ചെയ്യും അമ്മ. അവിടെയും പഠിക്കട്ടുണ്ട്. ഇപ്പൊ ഈ പഠിക്കട്ട് പോലെ അവിടെയും പഠിക്കട്ടുണ്ട്. നിങ്ങൾക്ക് ഇരിക്കാനുള്ള സ്ഥലം പോരെ? ഇരിക്കാനുള്ള സ്ഥലം എന്തായാലും അവിടെ കാണും. എന്തായിരുന്നാലും വലിയ കഷ്ടമായി പോയി. അടുക്കള കിട്ടിയതാ? ഓ മൈ ഗോഡ്, അടുക്കള കിട്ടിയത് കഷ്ടമായിപ്പോയാ? അപ്പം നിങ്ങൾക്ക് ഇരുന്നാൽ പോരെ? നിങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടിയാൽ പോരെ? അതെന്തായാലും അവിടെ കാണും. വാതിലെവിടെ വരും? വാതിലെവിടെ വരും? വാതില് ഇതുകൊണ്ട് അവിടെ ആയിട്ട് വരും. അവിടെ വരും. അതായത് നിങ്ങളിങ്ങനെ ചുറ്റി വന്ന് കയറി ഇരിക്കേണ്ടി വരും. നേരത്തെ പോലെ ഇടിച്ചു കയറി വരാൻ പറ്റൂല. ഇടിച്ചു കയറി വരാൻ പറ്റൂല കേട്ടാ. ഇങ്ങനെ ഇച്ചിരി കഷ്ടപ്പെട്ട് വന്നിരിക്കേണ്ടി വരും. കാണും അമ്മ. സാധാരണ എനിക്ക് ഈ അടുക്കളയിൽ കൂടെ നിങ്ങളെ കാണാനില്ല. അതുപോലെ ഞാൻ ഇവിടെ നെറ്റ് ചെയ്യും. വെൽഡിങ് മെഷീൻ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റും കമ്പിയാണ് ചെയ്യണത്. അപ്പം എനിക്ക് നിങ്ങൾ എവിടെ നിന്ന് വരണം, എവിടെ ഇരിക്കുന്നു, എവിടെ നിൽക്കുന്നു എല്ലാം കാണാം. ഇപ്പം ഞാൻ നിങ്ങളെ എങ്ങനെ കാണണോ അതുപോലെ എനിക്ക് കാണാം. ഇപ്പം ഞാൻ ഈ ജനലിൽ കൂടെയല്ലേ അടുക്കളയിൽ കൂടെയല്ലേ നിങ്ങൾ അതിനകത്ത് എന്ത് ചെയ്യണം എന്നൊക്കെ കാണണേ. അതുപോലെ ഇവിടെ നിന്ന് നിങ്ങളെ നോക്കും, ഇവിടെ നിന്ന് വീക്ഷിക്കും. അപ്പം എനിക്ക് നിങ്ങളെ വീടിനെ കാണാനല്ല പോരെ? എനിക്ക് അവിടെ ഒരു മുറിയേ വരും. ഇനി ഞാൻ ഒരു മുറിയും കൂടെ വേണോ? ഒരു മുറിയും കൂടെ ചെയ്തു തരണോ? വേണ്ടല്ല, മിണ്ടരുത്. 5-6 മുറിയുള്ളതിനെ ഒരു മുറി ആക്കിയിട്ട് ഇപ്പൊ പറയണ ഒരു മുറിയേ ഉള്ളൂ. അതെ, തുണി എടുത്ത് വിരിക്കാം, തുണി വിരിക്കാം. ആള് വരും. ഇത് കെട്ടാൻ? കെട്ടണം. ഇതിപ്പോ കുഴിയായിട്ടല്ലേ കിടക്കണേ? കുഴിയായിട്ടാണ് കിടക്കണ. കുഴി. ഇതിനകത്ത് നമ്മള് ബേസ്മെന്റ് ചെയ്യും. പറക്കിട്ടിരിക്കുന്ന കല്ലൊക്കെ ഇല്ലേ, കല്ലൊക്കെ പറക്കിയിട്ട് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ബേസ്മെന്റ് ഇട്ടിട്ട് പിന്നെ ഈ മണ്ണിനെ ലെവൽ ചെയ്യും. മണ്ണിനെ ലെവൽ ചെയ്ത് എല്ലാം ചെയ്തിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത ജോലി സമയം കൊടുക്കും. നിങ്ങൾ ഇന്നലെ കണ്ടില്ലേ? ഇന്നലെ അവിടെ നിന്ന് ജോലി ചെയ്യണ കണ്ടില്ലേ? അത് ഇന്നലെ ചോദിക്കാത്തത് കുഴിച്ചപ്പോ? അപ്പം ചോദിക്കാൻ പറ്റിയില്ല. അതെന്താ ഇന്നലെ ചോദിക്കാത്ത? പറ്റിയില്ല. ചോദിക്കില്ല. ശോഭനക്ക് ഇങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയ ജോലിക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കൂലേ? മോശോ ആൾക്കാരെ നിൽക്കുമ്പോ ചോദിക്കണതാ? ആൾക്കാരൊക്കെ ചോദിക്കാൻ. അല്ല, ആ ജോലിക്കാരെ നിങ്ങളോട് ചോദിച്ചല്ല ചോറ് എന്നാ ചായ കുടിച്ചാന്നൊക്കെ ചോദിക്കണുണ്ടല്ലോ. അവര് ചോദിച്ചല്ല? ഞാൻ ചോറ് തിന്നില്ല. അതേ, അവര് ചോദിച്ചല്ല നിങ്ങളോട്? എനിക്ക് ഉച്ചയ്ക്ക് വേണ്ട. അവര് നിങ്ങളോട് ചോദിച്ചില്ലേ ജോലിക്കാര്? അമ്മ ചോറുണ്ടാ, കാപ്പി കുടിച്ചാന്നൊക്കെ ചോദിക്കണേട്ടല്ല? ചോറ് തിന്നാ കാപ്പി കുടിച്ചാന്ന് ചോദിച്ചല്ല. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ച് നമ്മളോട് ചോദിച്ചൂടെ? മോശം അമ്മമാരോട് ചോദിച്ചു. ചോദിക്കാൻ എന്തൊരു മണി ഉണ്ട്. മണിയുണ്ടാ? ക്ലോക്ക്. വീട് വെച്ചപ്പോൾ എല്ലാ സാധാരണക്കാരെയും പോലെ എങ്ങനെയെങ്കിലും കയറി താമസിച്ചാൽ മാത്രം മതി എന്ന് ചിന്തിച്ചതുകൊണ്ട് അന്ന് നമ്മൾ വർക്ക് ഏരിയയ്ക്കൊന്നും വലിയ പ്രാധാന്യം കൊടുത്തില്ല. ഇപ്പോൾ 7-8 വർഷം കഴിഞ്ഞപ്പോഴാണ് ഒരു വർക്ക് ഏരിയയും കൂടി ആകാം എന്ന് തോന്നി തുടങ്ങിയത്. കുറേ നാളായി തോന്നി തുടങ്ങിയിട്ട്.
ഇപ്പോഴാണ് സമയം കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഇവിടെ പെട്ടുപോയത് ശോഭനമ്മ മാത്രമല്ല, എൻ്റെ പിള്ളേരും പെട്ടുപോയി കേട്ടോ. അടുക്കള തുറന്നാൽ ശോഭന അമ്മേരെ കാട്ടി ശല്യം എൻ്റെ പിള്ളേരാണേ. അടുക്കളയിൽ നിന്ന് ഞാൻ എന്തെങ്കിലും മിച്ചം ഇടുന്നത് നുള്ളിപ്പിറക്കി, പിന്നെ അടുക്കളയ്ക്കകത്ത് എന്തുണ്ട് വിശേഷം എന്നൊക്കെ അന്വേഷിച്ച് എൻ്റെ പിള്ളേർ വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഇന്ന് എൻ്റെ പിള്ളേരും പെട്ടുപോയി. അവർക്ക് ഇപ്പുറത്തോട്ട് കയറാൻ പറ്റണില്ല. അവർ ചാർലി കുഴിക്കകത്തൊക്കെ ഇറങ്ങിയൊക്കെ ഓടിയൊക്കെ നോക്കിയാട്ടെ ഇതെന്ത് സംഭവം എന്നുള്ളത്. അപ്പോൾ ആകെ വിഷമമാണ് എല്ലാ പേർക്കും. ശോഭനമ്മയ്ക്ക് മാത്രമല്ല എൻ്റെ പിള്ളേർക്കും വിഷമമാണ്. പക്ഷേ കെട്ടിക്കഴിയുമ്പോഴത്തേക്കും അടുത്ത ആ അവസ്ഥയായിട്ട് അവർ അഡ്ജസ്റ്റ് ആവും. തീരുവോ? ഇന്നെങ്കാനെ തീരുവോ? ഇന്ന് തീരുവോ? ഇന്നിപ്പോ തീരും. ഇപ്പൊ ശരിയാക്കി തരാം. മണ്ണൊക്കെ വാരിയിടുവോ? ഇന്ന് റെഡിയാ? വേണ്ട 5-6 ദിവസം കൊണ്ട് തുടങ്ങിയത്. അതെ അത് പറ. ഇത് മോത്തോക്കിട്ട് വര് കണ്ട കയറി വരണണ്ട. തുടങ്ങിയതാണ്. കൊറേ ദിവസമായി എനിക്ക് അവിടെ കയറി ഇരിക്കാൻ പറ്റണില്ല അല്ലേ. ഇത് മാത്രം ബുദ്ധിമുട്ടാണ് ഈ ഒരു മേശരി ഉണ്ടാക്കണത്. അന്നൊക്കെ നീക്കിട്ടാലേ കരയിരിക്കാൻ പറ്റുള്ളൂ. നീക്കിട്ടാലേ കരയിരിക്കാൻ പറ്റുള്ളൂ. കേട്ടാ, മണ്ണൊക്കെ നീക്കിട്ടാലേ കരയിരിക്കാൻ പറ്റുള്ളൂ. ഇനി അവിടെ ഇരിക്കാൻ പറ്റൂലല്ലോ. ഇവിടെ ഇരിക്കൂല. ഇവിടെ പണി ഇവിടെ അമ്മ പറ, എനിക്കിരിക്കാനുള്ള പടിയും കൂടെ ചേർത്ത് വേണം വീട് വയ്ക്കാനെന്ന് പറ. പണിയും കൂടെ ഇവിടെ പണിയില്ല. നാളെ കൊണ്ട് ഇത് കെട്ടിത്തീരും. എന്നിട്ട് ഈ മണ്ണിനെയൊക്കെ നിരത്തിയിടും. മണ്ണിനെയൊക്കെ നിരത്തിയിടൂ. കല്ല കൂട്ടാ. ഓ, എങ്ങനെ ഇരിക്കും? മണ്ണ് നിരത്തിയിടുമ്പോ അത് പൊങ്ങൂലേ? അപ്പൊ പിന്നെ എങ്ങനെ ഇരിക്കും? ഇനിയിപ്പൊ അവിടെ അവന്റെ ഇരിക്കണേ ഒക്കുള്ളൂ. കസേരട്ട് ഇവിടെ ഇരിക്കണം. കസേര ഇല്ലേലും കസേര അങ്ങ് വീട്ടിൽ അടിച്ചോണ്ടിച്ച അവിടെ ഇഞ്ഞെടുത്തോളൂ. പ്രശ്നമാണ്. അല്ലെങ്കിൽ ഈ പടിക്കെട്ടി കയറി ഇരിക്കണം. വേണ്ട ഇവിടെ ഇരിക്കണം. എവിടെയെങ്കിലും ഇരുന്നാ പോരെ? എവിടെയെങ്കിലും ഇരുന്നാ നമുക്ക് പരിഹരിക്കാം. പോട്ട് കസേര ഇങ്ങോട്ട് ഇവിടെ അവിടെ ഇരിക്കാം. ആളൊരു പണിയായിട്ട് ഇവിടെ പൊക്കാറ്റും വണ്ടിയുടെ ചാതി വണ്ടിയുടെ ചാതി മണ്ണാക്ക വാരിയത്. മണ്ണ് വാരൂലമ്മ, മണ്ണ് അവിടെ നിരത്തിയിടും. ആ വണ്ടിയുടെ ചാവി ഒന്ന് കയറി എടുക്കുക. എന്തിനൂടെ നീക്കണ? കൊച്ചു വരാറായി. കൊച്ചു വരാറായാ? കൊച്ചു വന്നാ ഇറങ്ങി 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 ചേടാ വാങ്ങര് വാങ്ങര് വാങ്ങര്. എല്ലാരും കണ്ണട എന്തൊരു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സംസാരിച്ചോണ്ടിരിക്കും. ഇംഗ്ലീഷൊക്കെ സംസാരിക്കാറായ നീ? നന്നായിട്ട് സംസാരിക്കണം. ഇതാണ് ട്രോഫി. സമ്മാനം കിട്ടിയെന്നവന്. സമ്മാനം സമ്മാനം കിട്ടിയ? ഓ,
ഇതെന്തരീ കഴിക്കണേ? ഇത് ആലമാരിയിൽ കൊണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ വെക്കും, ഇങ്ങനെ വെക്കേ ഷോക്കേസിൽ. അവന് സമ്മാനം കിട്ടിയതെന്ന്. ആ എന്തിനു കിട്ടിയെന്ന് ചോര്. എന്തെന്നാ കിട്ടിയേ? ക്ലാസ്സിൽ ഇംഗ്ലീഷ് സംസാരിച്ചു. ക്ലാസ്സിൽ ഇംഗ്ലീഷ് സംസാരിച്ചതിന് കിട്ടിയെന്ന്. ഞാൻ നിങ്ങൾ അന്നേ മര്യാദയ്ക്ക് പറഞ്ഞില്ല കൊച്ചിനെ കൊണ്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കാന്ന്. നിങ്ങൾക്കല്ലേ വേണ്ടാത്ത. വേണ്ട. കിട്ടി, സമ്മാനം കിട്ടി. പറ അമ്മ, കിട്ടി സമ്മാനം കിട്ടി. അവിടെ എല്ലാം കെട്ടിപ്പൊക്കി. കിട്ടിപ്പോക്കി എവിടെ? ആ, എവിടെ? അവിടെ ആ വാ നോക്കാം. കാണിച്ചു തരാം. ഓ കിട്ടി, എന്റെ മോനെ കിട്ടി. കണ്ടാ, അവൻ നന്നായിട്ട് ഇംഗ്ലീഷ് പറയും. ഇംഗ്ലീഷ് അത് മറ്റേ സിനിമയിൽ പറയൂല, ഇംഗ്ലീഷ്. എന്തരി പട്ടി. പോങ്ങോട്ട് കാണിച്ചോട്, എല്ലാവർക്കും കാണിച്ചോടാ. എല്ലാവർക്കും കാണിച്ചോട്. നമ്മളെ കുടുംബത്തിൽ ഇംഗ്ലീഷ് പഠിച്ച് മാർക്ക് വാങ്ങിച്ച കാര്യമൊക്കെ പറഞ്ഞോട്. പറഞ്ഞേട്, എന്ത് പറഞ്ഞു കൊടുക്കടാ, പറഞ്ഞോട്. ഓണപരീക്ഷയ്ക്ക് ഇവിടെ വന്നില്ലേ കാണിച്ചു. പരീക്ഷയ്ക്ക് നല്ല മാർക്കും ഇംഗ്ലീഷിന് ഫുൾ. ഇത് എക്സാം ഓണ എക്സാമിന് നല്ല മാർക്കുള്ളതിനും ഇംഗ്ലീഷിനും നന്നായിട്ട് സംസാരിക്കുന്നു. അവർ സ്റ്റുഡന്റ് ഗുഡ് കീപ്പ് ട്രോഫി. പറഞ്ഞു കൊടുക്കടാ, കാച്ചിക്കൊട്. കാണിച്ചു, തിരിച്ചു കാണിക്കും. എന്തിനാണെന്ന് ഇനി പറഞ്ഞാണ് ഇത് കിട്ടിയത്. ഇത് ഓണ പരീക്ഷയ്ക്ക് നല്ല മാർക്കുള്ളതിനും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചതിനും. ഹാപ്പിയായി. ക്ലാസ് എല്ലാവർക്കും കിട്ടിയില്ല, എല്ലാവർക്കും കിട്ടിയില്ലേ? പിന്നെ ആർക്കെ കിട്ടിയ? കുറച്ച് പേർക്ക് കിട്ടി. തന്നെ, ഗുഡ് ഗുഡ് ഗുഡ്. എവിടെ കിട്ടി? ആ കെട്ടിപ്പൊക്കിയത് കാണിച്ചു കൊടുക്കണം. എടുക്കുകൊണ്ടാ അങ്ങ് എത്തും, മലേഷ്യയിലൊക്കെ എത്തും. ആ ഭാര്യ ഫോൺ എടുത്ത് നോക്കുമ്പോ അയ്യോ നല്ല പരിചയമുള്ള ഒരു മുഖം, ഇത് എന്റെ കെട്ടിയോനല്ലേ ചോദിക്കും. ഭാര്യ ഫോൺ എടുത്ത് നോക്കുമ്പോ പട്ടി ഫോൺ അങ്ങനെ പറയാതെ വിടണില്ല. വല്ല മുത്തശ്ശി, അമ്മുമ്മക്ക് വയസ്സാം കാലത്താണ് കളിക്കാൻ കോതി. അയ്യോ അയ്യോ, അങ്ങനെ പേടിച്ചു മാറിയിരിക്കുന്നു. കാണിച്ചു കൊടുക്ക് കൊച്ചിന്. മേളിലല്ലടാ, ഇവിടെ. ഇത് ഇനി ശരിയാക്കിയിട്ടല്ലേ മേളിലോട്ട് കെട്ടുള്ളൂ.